തിരുകരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട് ചേർന്നിടുമേ ഭവനമതിൽ. എൻ്റെ പ്രിയൻ യേശുവുണ്ട് ചേർന്നിടുമേ ഭവനമതിൽ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഹാലലി ഉറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം തന്നു. അതോർത്ത് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല അടിയങ്ങൾക്ക് ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ ഞങ്ങളെ അത്ഭുത അതിശയമായി സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെവിടെയായിരുന്നാലും എൻ്റെ കർത്താപ്പച്ചൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുന്നതോർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, ഹല്ലേലൂയ, ജോലി ചെയ്യുന്ന മക്കൾ, കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, തന്നിരിക്കുന്ന തലമുറകളെ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം നന്ദിയോടെ, സ്തോത്രത്തോടെ, നന്ദിയോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാ. കർത്താവേ, ഞങ്ങളെ ഒന്നടങ്കം അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും രോഗങ്ങളുമായ അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് കടന്നു വരിക. ഇന്ന് വരെ ഞങ്ങളെ ഉള്ളം കരത്തിൽ വഹിച്ച ദൈവമാ, ആപത്തിലും രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവമാ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പിന്നെ ഞങ്ങളെ വഴി നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് താഴ്ത്തി സമർപ്പിക്കട്ടെ. കർത്താവേ, ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ, വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങളെ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം. ഇത് പരീക്ഷാ കാലഘട്ടമാണ്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. അവരുടെ പരീക്ഷകളൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമായ നിലവാരത്തിൽ എഴുതുവാൻ, നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്കും പ്രമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഓർമ്മശക്തിയും ബുദ്ധിയും അവർക്ക് കൊടുക്കണം. അവരുടെ പരീക്ഷകളിലും ഇൻ്റർവ്യൂവിലും എല്ലാം കർത്താവ് കൂടെ ഇരിക്കുമാറാകണം. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സമയം ഹാലയിൽ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്. കർത്താവേ, നാളുകളായി ഹാലയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുകയാ. തടസ്സങ്ങളും മുടക്കങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടവരെ നിരാശപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ളത് നിശ്ചയമാ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പകരുമാറാകണം. സകല വഴികളും അവരുടെ മുൻപിൽ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിലും കൃപയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജോലി ചെയ്യാൻ ഇടയാക്കുമാറാകണം. ശത്രു അവരെ കാണാതെ സ്വർഗം മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന നാഥ, ഒരു ഉപജീവന മാർഗത്തിന് വഴി തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്ത് സ്വർഗം ഒരുക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവേ,
കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക തുണ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണം. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. അവരുടെ നല്ല ഭാവി കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യമൊരുക്കണമേ. 2024 തീരുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കണം സ്വർഗത്തിലെ അപ്പച്ചൻ ക്രമീകരിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറകളെ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗമേ, ഹല്ലേലൂയ. മാസം തികയോളം കൂടെയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷീണവും ഭാരവും അസ്വസ്ഥതയുമുള്ള കുഞ്ഞുങ്ങളുണ്ടപ്പാ, അവരെ ഉള്ളം കരത്തിൽ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും സ്വർഗത്തിലെ അപ്പച്ചൻ തീർത്തു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, അവർക്ക് വേണ്ടി സ്വർഗം ഒരു ഭവനം ഒരുക്കണമേ. വാടക ഭവനങ്ങളിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ വാടക ഭവനം വിട്ട് കർത്താവേ, അവർക്ക് തലചായ്പാൻ ഒരു ഭവനം സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുണ്ടപ്പാ, അത് പൂർത്തീകരിക്കുവാനും അതിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ. സ്വർഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ അപ്പാ. നഷ്ടമോ കഷ്ടമോ കൂടാതെ സ്വർഗം മാനിക്കുമാറാകണമേ. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട് നാഥ. നീ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. ഒരു കഷ്ടമോ നഷ്ടമോ ഉണ്ടാകാൻ അനുവദിക്കരുതേ. എൻ്റെ കർത്താവ് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണാതെ ദുഷ്ടപിശാച് തൊടാതെ യുദ്ധക്കോട്ടയ്ക്കുള്ള ഓരോ മക്കളെയും മറച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവെ, ആ ബിസിനസ്സിനെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഓരോ മക്കളുടെയും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടി ഇന്ന് സഹായിക്കുമാറാകണം. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന്, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവമേ, വീണ്ടും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുകയാണ്. സ്വർഗം ആശ്വസിപ്പിക്കുമാറാകണം. ആർക്കും കൊടുക്കാൻ പറ്റാത്ത ആശ്വാസം അപ്പൻ്റെ പക്കല. മാനുഷികമായ കരങ്ങളൊക്കെയും തളർന്ന് ക്ഷീണിച്ചു പോകുമ്പോൾ സ്വർഗീയമായ കരം ഞങ്ങൾക്ക് മീതെയുള്ളതോർത്ത് സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, ലോകം തരാത്ത സമാധാനം ഓരോ ഹൃദയത്തിലും നൽകി പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ കൃപ കൊടുത്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയത്ത് ഞങ്ങളുടെ അനാഥര വിധവകളെ ഓർക്കുന്നു. എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാകിയാൽ സ്തോത്രം കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. സ്വർഗം പുതിയ നന്മകളും സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്തവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും യാത്രകളിൽ കർത്താവ് കൂടെയിരിക്കണം. സുരക്ഷിതമായി ചെന്നെത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊന്നുകരത്തിനുള്ളിൽ ഓരോ മക്കളെയും സൂക്ഷിക്കുമാറാകണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടപ്പാ. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, കൈകാൾക്ക് ബലമില്ലാത്തവർ, വേദനകളാൽ ഭാരപ്പെടുന്നവർ, നീർക്കെട്ടുള്ളവർ, കർത്താവേ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, തലയ്ക്കകത്ത് ഹല്ലേലൂയ മുഴയാൽ ഭാരമുള്ളവർ, തലവേദനയാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം, സ്തോത്രപ്പാ. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കളുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവ്. തൈറോയ്ഡുള്ളവർ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിംഗ് ഉള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, തലമുടി മുഴുവനും കൊഴിയുന്ന ജീവിതങ്ങൾ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളൊക്കെ ഉണ്ടപ്പാ. കരുണ തോന്നണമേ, മനസ്സലിയണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. കാൽവർ കുരിശിലെ ഒരു തുള്ളി രക്തം മതി കർത്താവേ. ഞങ്ങളുടെ സർവ്വരോഗത്തിനും വിടുതലും സൗഖ്യവും ലഭിക്കുമല്ലപ്പാ. ഓപ്പറേഷന് വിധേയപ്പെടുന്ന മക്കളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളുണ്ടപ്പാ. നീ കരുണ കാണിക്കണം, മനസ്സലിയണം നടിയാൻ പ്രാർത്ഥിക്കുന്നു. ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ട് കർത്താവേ. നോർമലായ ഒരു റിപ്പോർട്ട് തന്ന് സഹായിക്കുമാറാകണം
മാറണമെന്നും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള മക്കളുണ്ട് കർത്താവേ. അലർജിയുള്ളവർ, ആസ്മ രോഗികളുള്ളവർ, ആസ്മ രോഗമുള്ളവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ്, തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. അങ്ങയുടെ പാദപീഠം ചേർന്ന് കിടന്നു വരുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവേ. അവിടുന്ന് സഹായിച്ച് സൗഖ്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഹാലിലെ കർത്താവ് നല്ലവനാ, വലിയവനാ, വിശ്വസ്തനാ, മഹാകരുണയും ദയയുമുള്ള ദൈവമാകിയാൽ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു കർത്താവേ. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി അയക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ഈ നാമം വളരണം, ഈ നാമം ഉയരണം. അവൻ എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങണം കർത്താവേ. എല്ലാ നാവും എൻ്റെ യേശു കർത്താവെന്ന് പറയണം കർത്താവേ. അതിനായിട്ട് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനം അയക്കണം, ഞങ്ങളുടെ ദേശത്തിന് മേൽ സൗഖ്യം അയക്കണം. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും വിടുവിക്കണം. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെയൊക്കെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗ്ഗമെല്ലാ മക്കളെയും അനുഗ്രഹിച്ച് സഹായിക്കണമേ. കൃത്യമായി സകല കാര്യം ചെറുപ്പാൻ വേലപ്പെടുത്തിക്കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും നിറയ്ക്കണേ, മഹത്വം അവിടുന്ന് എടുക്കണമേ. പ്രാർത്ഥനയെ കേട്ടതോർത്ത് സ്തോത്രം. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.